താങ്ക് യു മുത്തശ്ശ, ഇത്രയും നല്ലൊരു ഭാര്യയെ എനിക്ക് തന്നതിന്. അതും പറഞ്ഞവൻ മുകളിലേക്ക് നടന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ വൈഗ കാണുന്നത് ബെഡിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന കാശിയെയാണ്. കാശിയെ കണ്ടതും വല്ലാത്തൊരു പരിഭ്രമം തന്നെ മൂടുന്നത് അവൾ അറിഞ്ഞു. അവൾ അവനെ ഉണർത്താതെ മാറാനുള്ള ഡ്രസ്സുമെടുത്ത് പതിയെ ബാത്റൂമിലേക്ക് നടന്നു. കണ്ണടച്ചു കിടക്കുന്നവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. വൈഗ മേല് കഴുകി ഇറങ്ങുമ്പോഴും കാശി അതേ കിടപ്പാണ്. കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ കാണെ അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നു പോകുന്നു. അവൾ അവനിൽ നിന്നും തിരിഞ്ഞു നിന്ന് കെട്ടിവെച്ച മുടിയഴിച്ച് മെടഞ്ഞത്. കണ്ണുകൾ ഇടയ്ക്കൊന്ന് അവനിലേക്ക് നീങ്ങിയതും ബെഡിൽ തന്നെ നോക്കി കിടക്കുന്നവനെ കാണെ അവളൊന്ന് വിറച്ചുപോയി. അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും നോട്ടം മാറ്റി. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ കാശിക്ക് കാര്യം പിടികിട്ടി. അവൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. എന്തു പറ്റി ഭാര്യയെ? അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. വൈഗ? ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിൽക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കാശി അവന് നേർക്കുയർത്തി. നാളെ നേരം വെളുക്കുവോളം ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ? അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന പ്രണയഭാവം. അവൾ മറ്റെല്ലാം മറന്ന് അവനെ നോക്കി നിന്നു. തെന്നിൽ തന്നെ മീയുറപ്പിച്ചു നിൽക്കുന്നവളെ അവൻ അത്രയും പ്രണയത്തോടെ നോക്കി. തിങ്ങി നിറഞ്ഞ കൺപീലികളുള്ള വിടർന്ന കണ്ണുകളും വരച്ചു വെച്ചതുപോലെയുള്ള മൂക്കും തുടുത്ത അധരങ്ങളും. കാശിയുടെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. അവന്റെ മുഖം മെല്ലെ അവളുടെ അധരങ്ങളിലേക്ക് അടുത്തു. മെയ്കൾ അവളുടെ മെയ്കളുമായി അത്രമേൽ പ്രണയത്തോടെ കൊരുത്തു. തെന്നിലേക്ക് ചേർന്നു വന്ന കാശിയുടെ മുഖം. വൈഗയുടെ കണ്ണുകൾ പാതിയടഞ്ഞു. അവളുടെ ശ്വാസതാളം ഉയർന്നു. അവന്റെ മുഖം അവളോടടുത്തതും അവളുടെ ചുണ്ടുകളിൽ അവൻ നാവുകൊണ്ട് നുഴഞ്ഞു. വൈഗ ഒരു പിടച്ചിലോടെ അവന്റെ ചുമലിൽ അമർത്തിപ്പിടിച്ചു. മെല്ലെ ആ മുഖം തെന്നിലമരുന്നതും തന്റെ അധരങ്ങൾ കവർന്നെടുക്കുന്നതും വൈഗ അറിഞ്ഞു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഉമിനീരിന്റെ നനവോടെ അവൻ ആ അധരങ്ങളെ പതിയെ നുണഞ്ഞെടുത്തു. വളരെ പതുക്കെയുള്ള അവന്റെ ചുംബനം. ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനിലേക്ക് ശക്തിയിൽ അടുപ്പിച്ച് മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവന് നേർക്ക് അവളുടെ മുഖം ഉയർത്തി ഇരു അധരങ്ങളെയും മാറി മാറി നുണഞ്ഞു അവൻ. വൈഗയിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ അനുഭൂതികൾ ഇരുവരെയും തൊട്ടുണർത്തി. ഇനിയും അവളുടെ അധരങ്ങളിൽ നിന്നും വേർപെടാതെയുള്ള അവന്റെ ചുംബനം അവൾക്ക് ശ്വാസമെടുക്കാൻ കഴിയാത്തതുപോലെ തോന്നി. ഒടുവിൽ അവൾ തളർച്ചയോടെ ഒന്ന് പിടഞ്ഞതും അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. വൈഗ? അവളൊന്ന് പതിയെ മൂളി. ഒത്തിരി ഇഷ്ടം തോന്നുന്നു പെണ്ണെ. എന്റെയല്ലേ വൈഗ നീ? ഞാൻ സ്വന്തമാക്കിക്കോട്ടെ നിന്നെ? പൂർണ്ണമായും ഈ കാശിനാഥന്റെ പാതിയായി. കനത്തൊരു ശ്വാസത്തോടെയുള്ള അടക്കിപ്പിടിച്ച സ്വരത്തോടെയുള്ള അവന്റെ ചോദ്യം. വൈഗയുടെ ദേഹം തളർന്നുപോയി. വൈഗ, ഇനിയും കാത്തിരിക്കാൻ വയ്യടി. പ്രണയവും വികാരവും കൂടി കലർന്ന അവന്റെ സ്വരം. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അത് കണ്ടതും കാശി തുളുമ്പി വന്നൊരു സന്തോഷത്തോടെ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു കൊണ്ടവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ അവളെ ഇറുകെ പുണർന്നു. ശ്വാസം പോലും എടുക്കാനാവാത്ത വിധം ഒരു പുണരൽ. വൈഗയുടെ മാറും ദേഹവും അവന്റെ ദൃഢമായ ശരീരത്തിൽ ഞെരിഞ്ഞമർന്നു. അവന്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീല ഞരമ്പിൽ അമർന്നു. അവളൊന്ന് തേങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി. കാശിയേട്ടാ. അവന്റെ പുറത്ത് അവളുടെ വിരലുകൾ അമർന്നു. കടിച്ചെടുത്ത് കാശി നാവുകൊണ്ട് പതിയെ ഒന്ന് തഴുകിയതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ ചുമലിൽ പിടിച്ച് അവളിലേക്ക് വലിച്ചടുപ്പിച്ചു. അവന്റെ മുഖം പതിയെ അവളുടെ മാറിടുക്കിലേക്ക് അരിച്ചിറങ്ങി. കുതിച്ചുയരുന്ന നെഞ്ചിടിപ്പോടെ വൈഗ അവൻ നൽകുന്ന അനുഭൂതിയിൽ അവന് വിധേയമായി കിടന്നു. അവന്റെ കണ്ണുകൾ അവളിലാകെ അലഞ്ഞു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു. ഇടുപ്പിൽ നിന്നും അവന്റെ കൈകൾ അവളുടെ വയറിലൂടെ ഇഴഞ്ഞ് അവനെ ഏറെ മോഹിപ്പിച്ചൊന്നിലേക്ക് ചെന്നു. വൈഗയുടെ കൈകൾ അവനിൽ ശക്തമായി മുറുകി. അവന്റെ കൈകൾ അവളുടെ മൃദുവായ മാറിൽ പതിയെ അമർന്നു.
അവന്റെ കൈകൾ അവളുടെ ഡ്രസ്സിനെ ഓരോന്നായി അഴിച്ചെടുത്തു. വൈഗ അവളുടെ നഗ്നത മറക്കാൻ അവന്റെ നെഞ്ചിൽ ചേർന്നു കിടന്നു. അത് കണ്ടതും അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്തു. അവന്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ ചുംബനം കൊണ്ട് മൂടി. പതിയെ അവന്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നു. അവളിൽ നിന്നും ഒരു കുറുകൽ ഉയർന്നു. അത് കേട്ടതും അവൻ ആവേശത്തോടെ അവിടെ നുണഞ്ഞു. ഏറ്റവും ഒടുവിൽ അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് അവളിലേക്കായി നിറഞ്ഞു. പിടഞ്ഞു പൊങ്ങുന്നവളെ അവൻ ഇടുപ്പിലൂടെ പിടിച്ച് ബെഡിലേക്ക് അമർത്തി. ഉള്ളിലറിഞ്ഞൊരു നോവിൽ പിടഞ്ഞു പൊങ്ങിയവളെ ചേർത്ത് പിടിച്ച് പതിയെ പതിയെ അവൻ അവളെ സ്വന്തമാക്കി. ഒടുവിൽ തളർച്ചയോടെ അവൻ അവളുടെ മാറിലേക്ക് വീണു. കിതപ്പൊന്നടങ്ങിയതും കാശി നേരെ കിടന്ന് അവളെ വലിച്ച് അവന്റെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ മുത്തി. അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ ബെഡ്ഷീറ്റ് എടുത്ത് രണ്ടുപേരുടെയും ശരീരം മറച്ചു. ഒത്തിരി വേദനിപ്പിച്ചോ? അവൻ അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. രാവിലെ കാശിയായിരുന്നു നേരത്തെ എണീറ്റത്. കണ്ണു തുറക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ദേഹത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. അവനിൽ അത്രമേൽ മനോഹരമായ ഒരു ചിരി വിരിഞ്ഞു. നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവളുടെ ഇടുപ്പിലൂടെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു. വൈഗ, അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചതും അവളൊരു മൂളലോടെ ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു. അവളുടെ കവിളിൽ അവൻ പതിയെ ഒന്ന് മുത്തിയതും വൈഗ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി കിടക്കുന്നവനെ കാണാൻ അവളുടെ മുഖം ചുവന്നു. അവളൊന്നുകൂടി ബെഡ്ഷീറ്റിലേക്ക് ചുരുണ്ടു. കാശിയേട്ടാ. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ ഇടുപ്പിലുള്ള പിടിമുറുക്കി. പെട്ടെന്ന് തന്നെ അവൾ ആ കൈകൾ പിടിച്ചു വെച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. എനിക്ക് എണീക്കണം. അവൾ അവനെ ദയനീയമായി നോക്കി. അതിനെന്താ, എണീറ്റോ? അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. കാശിയേട്ടാ, പ്ലീസ്, സമയം ഒരുപാടായി. അമ്മ ഇപ്പോൾ വിളിക്കും. അവൾ വീണ്ടും കെഞ്ചിയതും അവൻ അവളെ വലിച്ച് അവനോടടുപ്പിച്ച് അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു. കാശിയേട്ടാ, അവൾ അവനെ പരിഭവത്തോടെ വിളിച്ചു. ഓ. അവൻ അതേ ഇനത്തിൽ വിളി കേട്ടു. അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. ഡ്രസ്സില്ലാത്തതുകൊണ്ട് അവന്റെ മുൻപിലൂടെ എണീക്കാനും വയ്യ. അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കിയതും അവനൊരു ചിരിയോടെ എണീറ്റ് ദേഹത്തുള്ള പുതപ്പ് മാറ്റി നിലത്ത് വീണ മുണ്ടെടുത്തെടുത്തു. വൈഗ കണ്ണുകൾ ഇറുകെ ചിമ്മി തിരിഞ്ഞു കിടന്നു. അവനൊരു ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു അവളെ ബെഡ്ഷീറ്റോടെ പൊക്കിയെടുത്തു. എന്താ ഈ കാണിക്കുന്നേ? വൈഗ മാറിൽ നിന്നും തെന്നി മാറാൻ പോയ ബെഡ്ഷീറ്റ് മുറുകെ മാറോട് ചേർത്ത് പിടിച്ചു. എന്റെ ഭാര്യ ഇനിയും അവിടെ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് വല്ലതും കാണിക്കാൻ തോന്നും. അവൾ പെട്ടെന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഞാൻ വരണോ കൂട്ടിന്? കാശി അവളെ ബാത്റൂമിൽ നിർത്തിയ ശേഷം കുസൃതിയോടെ ചോദിച്ചു. അവൾ അവനെ നോക്കിയൊന്ന് കണ്ണു കൂർപ്പിച്ചുകൊണ്ട് വാതിൽ ചാരി. കാശി ഒരു ചിരിയോടെ താഴെ കിടക്കുന്ന ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴാണ് അവന്റെ കണ്ണുകൾ ബെഡിലേക്ക് പോയത്. അതിൽ ചുമന്ന രക്തത്തുള്ളികൾ കണ്ടതും അവനിൽ പുഞ്ചിരി വിരിഞ്ഞു. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് വൈഗക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഷോ, ഡ്രസ്സ് എടുത്തില്ലല്ലോ. അവൾ പതിയെ ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. അവൻ അവിടെയെങ്ങും കാണുന്നില്ലെന്ന് കണ്ടതും ബാത്ത് ടവൽ ചുറ്റി ആശ്വാസത്തിൽ ഓടിപ്പോയി അലമാരയിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. താഴേക്കിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പരതി. അവിടെയെങ്ങും കാശിയെ കാണാനതും അവളുടെ മുഖം മങ്ങി. കാശിയെ അഭിമുഖീകരിക്കാൻ മടിയായതിനാൽ വൈഗ അവനെ നോക്കാനോ അവന്റെ മുൻപിൽ ചെല്ലാനോ തുനിഞ്ഞില്ല. അവന്റെ സാന്നിധ്യം അറിയുമ്പോഴെല്ലാം വല്ലാത്തൊരു വെപ്രാളം അവളെ പൊതിഞ്ഞു. അവൻ വരുന്നതിന് മുൻപ് തന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം എടുത്ത് ടേബിളിൽ വെച്ച് തിരിച്ച് സാവിത്രിയുടെ അരികിൽ തന്നെ വന്നു നിന്നു. അവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ വെപ്രാളവും പരിവേഷവും ഒക്കെ. എന്ത് പറ്റി മോളെ, നീ കഴിക്കുന്നില്ലേ? കോളേജിൽ പോകാൻ വൈകും. ഇനിയൊക്കെ ഞാൻ ചെയ്തോളാം. പതിവിന് വിപരീതമായി ഓരോന്ന് ചെയ്ത് തട്ടിമുട്ടി നിൽക്കുന്നവളെ നോക്കി
സാവിത്രി പറഞ്ഞു. ആ അത് ഒന്നുമില്ല അമ്മ, നമുക്കൊരുമിച്ച് കഴിക്കാം. അവളൊരു വിക്കലോടെ പറഞ്ഞതും സാവിത്രി അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ വെളുത്ത കഴുത്തിൽ ചുവന്നു തിണർത്ത് കിടക്കുന്ന പാട് കണ്ടതും അവർക്ക് കാര്യം മനസ്സിലായി. അവരിൽ ഒരു സമാധാനത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. തങ്ങളെടുത്തൊരു തീരുമാനം കാരണം അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ നടക്കാതെ പോയോ എന്നൊരു വേദനയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു ദിവസമായിട്ടുള്ള രണ്ടുപേരുടെയും ഒളിച്ചുകളി കണ്ടപ്പോഴേ മനസ്സിലായി തങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന്. ഇപ്പോഴാ സംശയം പൂർണ്ണമായും മാറി. എനിക്ക് മുഖം തരാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നവളെ അവനും മനസ്സിലായിരുന്നു. അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഫോൺ ചെയ്യുന്നവനെ അവൾ ജനൽ വഴി നോക്കി വേഗത്തിൽ മുകളിലേക്ക് നടന്നു. റൂമിൽ കയറിയതും വേഗത്തിൽ ഡോർ ലോക്ക് ചെയ്ത് ഓടിപ്പോയി കോളേജിൽ പോവാനുള്ള ബാഗെടുത്ത് ബെഡിൽ വെച്ചു. അലമാര തുറന്ന് വൈറ്റ് കളർ ചുരിദാർ എടുത്ത് ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റി അവൾ കണ്ണാടിയിൽ തന്റെ രൂപം നോക്കി. തന്നിലെന്തൊക്കെയോ ഒരു മാറ്റം ഉള്ളതുപോലെ തോന്നി അവൾക്ക്. നല്ല വെളുത്ത നിറമായതുകൊണ്ട് തന്നെ അവന്റെ ചുംബനത്തിന്റെ അടയാളങ്ങൾ കഴുത്തിലും ഇടുപ്പിലും മാറിലുമായി എല്ലാം തെളിഞ്ഞു കണ്ടതും അവളുടെ മുഖം ചുവന്നു. വൈക, ഡോറിൽ മുട്ടിയുള്ള കാശിയുടെ വിളി കേട്ടതും അവൾ വെപ്രാളത്തോടെ ചുരിദാർ എടുത്തിട്ട് വേഗത്തിൽ പോയി ഡോർ തുറന്നു. അവനെ നോക്കാതെ ബാഗ് എടുക്കാൻ വേണ്ടി തിരിഞ്ഞതും കാശി അവളെ പിറകിലൂടെ ചേർത്ത് പൊക്കിയെടുത്ത് ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവൾ ഒരു പിടച്ചിലോടെ അവനെ നോക്കി. കാശി ഒരു കൈയാൽ ഡോർ ചാരി അവളുടെ മൃദുവായ ദേഹത്തേക്ക് അമർന്നു. കാശിയേട്ടാ, എനിക്ക് റെഡിയാവാനുള്ളതാ, പ്ലീസ് വിട്. അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടച്ചു. അവൻ അവളെ ഒരു ചിരിയോടെ നോക്കി. ദേ കാശിയേട്ടാ, അമ്മ തിരക്കും. താൻ പറഞ്ഞത് കേൾക്കാത്ത പോലെ നിൽക്കുന്നവനെ അവൾ വീണ്ടും കെഞ്ചി. എങ്കിൽ എനിക്കുള്ളത് താ. അവന്റെ മുഖം അവളിലേക്കടുത്തു. സ്വരം പതിഞ്ഞു. എന്ത്? അവൾ അവനെ പതർച്ചയോടെ നോക്കി. അവൻ അവളെ നോക്കി അത്രയും ഭംഗിയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ചുണ്ടിലൊന്ന് തൊട്ട് കാണിച്ചു. അത് കണ്ടതും അവൾ കണ്ണു മിഴിച്ച് അവനെ നോക്കി. പെട്ടെന്ന് തന്നാൽ പെട്ടെന്ന് പോവാം. അവന്റെ സംസാരത്തിൽ കുറുമ്പ് നിറഞ്ഞു. അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. കാശിയേട്ടാ, ദേ നേരം വൈകുന്നു, നമുക്ക് പോവാം പ്ലീസ്. അവൾക്ക് അവന്റെ മുഖത്ത് നോക്കാൻ മടി തോന്നി. ഇല്ല, നീ എൻ്റെ ഭാര്യയല്ലേ വൈക. ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം, അത്രയും കൊതി കൊണ്ടാടി. അവൻ ഒന്നുകൂടി അവളോടടുത്തു. അവന്റെ ചുടുശ്വാസം അവളുടെ മുഖത്തും കഴുത്തിലും പതിഞ്ഞു. അവളൊന്ന് വിറച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ഇരു കൈകളും വെച്ച് പുറകോട്ട് തള്ളി. വൈക, അവന്റെ സ്വരത്തിൽ പതിവില്ലാത്തൊരു ഗൗരവം നിറഞ്ഞു. അതറിഞ്ഞതും അവൾ പകപ്പോടെ അവനെ നോക്കി. അവന്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടതും അവളൊന്ന് പതറി. കാശിയേട്ടാ, അത് അവൾ പറഞ്ഞു തീരും മുൻപേ കാശിയുടെ ആദരം അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞവൻ അവളുടെ വായ്ക്കുള്ളിലൂടെ നാവിലേക്ക് ചേക്കേറി. അവന്റെ കൈ അവളുടെ ടോപ്പിനുള്ളിലൂടെ അവളുടെ വയറിലേക്ക് അരിച്ചു കയറി. നാഭിച്ചുഴിയിൽ അവന്റെ വിരൽ അമർന്നതും അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചു. ഏട്ടത്തി! താഴെ നിന്നും ആദിയുടെ വിളി കേട്ടതും വൈക അവനിൽ നിന്നും പിടഞ്ഞു മാറി കിതച്ചുകൊണ്ട് അവനെ നോക്കി. അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ വീണ്ടും അവളോടടുത്തു. ഏട്ടത്തി! ഡോറിൽ തട്ടിയുള്ള ആദിയുടെ വിളി കേട്ടതും അവൾ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഇറങ്ങി. തിരിഞ്ഞു നോക്കിയതും കണ്ടു പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ. അത് കണ്ടതും അവളിൽ അത്രയും ഭംഗിയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു. കാശി കുറച്ചു ദിവസമായിട്ട് കമ്പനിയിലേക്ക് വൈകി പോകുന്നത് കൊണ്ട് തന്നെ അവൾ ആദിയുടെ കൂടെയാണ് പോവാറുള്ളത്. ആദിയുടെ ബൈക്കിന്റെ പിറകിൽ കയറിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ മുകളിലെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണെ അവളുടെ മുഖം വിടർന്നു. അവരുടെ വണ്ടി കണ്ണിൽ നിന്നും മറയുവോളം അവൻ അവളെ നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അകത്തേക്ക് നടന്നു.